ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഹാപ്പി ഒക്ടോബർ. ഒക്ടോബർ മാസമായി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ ആക്ച്വലി സാധാ റീഡിങ് എടുക്കാമെന്നാണ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട്. ബട്ട് പിന്നെയാണ് ഓർത്തത് ഒക്ടോബർ ആയല്ലോ എന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് നിങ്ങൾക്ക് ഈ മാസം കിട്ടാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കാം. എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സർപ്രൈസ് ആയിട്ട് നടക്കാൻ പോകുന്നത്? എനിക്ക് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതാവാം. ഓക്കെ, നല്ല കാര്യങ്ങൾ, നല്ല ബ്ലെസ്സിങ്സ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ തരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, യൂണിവേഴ്സിൻ്റെ സർപ്രൈസ് എന്നൊക്കെ പറയാം. ഓക്കെ, സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തൊക്കെ നടന്നു, നടന്നില്ല എന്നൊക്കെ നോക്കാമല്ലോ. നടക്കാതെ പോകുന്നതിനും എപ്പോഴും കാരണങ്ങളുണ്ടാവും. ഓക്കെ, യൂണിവേഴ്സ് എല്ലാം തരാൻ നമുക്ക് റെഡി ആവും. നോക്കാം നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ട്. ലെറ്റ്സ് സീ. നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക, മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടാനുള്ള അറ്റ്ലീസ്റ്റ് വഴികൾ കാണിച്ചു തരാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നത് നോക്കാം. സോറി, കാർഡേ വരുന്നില്ല. ഓക്കെ, കോമ്പസ് ആണിത്. കോമ്പസ് നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ മട്ടെടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ലേഡി, ഇത് കോഫിൻ ആണ്. ഓക്കെ, സ്റ്റെയർസ് അല്ലേ. ഓക്കെ, ട്രീ, സൺ, ആക്ച്വലി അതെ സൺ നല്ലത്. അരിവാൾ, അരിവാളൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ആൻഡ് മൈസ് ആണിത്, ആൻഡ് ഔൾ. ഓക്കെ, ഒരു മെയിലും ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു മെയിൻ ഫീമെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇതൊരു മെയിലും വന്നിട്ടുണ്ട്. സോ ഓക്കെ, ചില റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കാർഡ്സ് വന്നിരിക്കുന്ന ആദ്യത്തത് കോമ്പസ് ആണ്. കോമ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡയറക്ഷൻ അല്ലേ, നമ്മൾ വഴി നോക്കുന്ന ഉപയോഗിക്കുന്ന സാധനമാണ്. വഴി മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന സാധനം. അപ്പം നമ്മൾക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്ന ഒരു യന്ത്രമാണ്. അപ്പം ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്നാണ്. അതായത് നിങ്ങൾ എന്തിലെങ്കിലും സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒക്ടോബർ മന്തിൽ ഐ തിങ്ക് നിങ്ങളൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യും. ആൻഡ് ഇവിടെ ചോയ്സിൻ്റെ കാര്യം ആക്ച്വലി വന്നിട്ടുണ്ട്. രണ്ടും തമ്മിൽ നമുക്ക് കണക്ഷൻ പറയാം. ഓക്കെ, ഇവിടെ രണ്ട് ചോയ്സിൻ്റെ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ആ രണ്ട് വഴിയിൽ നിങ്ങൾ ഏത് പോകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. അത് തീരുമാനമെടുക്കാൻ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഈ വഴി പോണോ എന്നുള്ളത്. ഓക്കെ, എവിടെ പോയാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ മുമ്പിൽ രണ്ട് പാത്തുള്ളപ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് യെസ് നമ്മുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ഏത് തീരുമാനിച്ചാലും അവസാനം നിങ്ങൾ എത്താൻ പോകുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെയാണ്. ഓക്കെ, കാരണം ഞാൻ പറയാറുണ്ട്, റോങ് വേയിൽ ഇപ്പോൾ നമ്മൾ പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ പോകേണ്ടത് ഈ വഴിക്കായിരുന്നു, പക്ഷെ പോയത് ഈ വഴിക്ക് പോയി എന്ന് വിചാരിച്ചാലും അവിടെ നിങ്ങൾക്ക് കുറച്ച് ഡിലേ വരും എന്ന് മാത്രം. പക്ഷേ ഈ വഴിയിൽ നിങ്ങൾ തെറ്റായ വഴിയിൽ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ചില ലെസൺസ് വരും. ആ ലെസൺസ് കിട്ടുമ്പോൾ അത് നിങ്ങളെ റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും. എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉണ്ടാവുകയും ചെയ്യും. സോ എപ്പോഴും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. ഓക്കെ, ഈ ഡയറക്ഷൻ നിങ്ങളെ പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടത് നമ്മൾ ഇൻറ്റ്യൂഷനാണ്, യൂണിവേഴ്സുമായിട്ട് കണക്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കാം. നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളൊരു ചൂസ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ഡയറക്ഷൻ ചൂസ് ചെയ്യേണ്ട സമയമാണ്. ഏത് വഴിക്ക് ഞാൻ പോകണം എന്ന് ചൂസ് ചെയ്യേണ്ട ഒരു സമയമാണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് റൈറ്റ് വേയിൽ നിങ്ങളെ പോയിന്റ് ചെയ്ത് തരും. ഓക്കെ, പക്ഷെ ആ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് ആ റൈറ്റ് വഴിയിൽ പോകാൻ സാധിക്കുള്ളൂ അല്ലേ. പക്ഷെ അതിന് കുറേ കൂടെ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവണം. ഓക്കെ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം വഴി തെറ്റിക്കാൻ പല കാര്യങ്ങളും ഉണ്ടാവും നിങ്ങളെ. ഓക്കെ, നിങ്ങളെ വേറെ വഴിയിലേക്ക് എന്താ പറയുക, നമ്മൾക്ക് മറ്റേ വേറൊരു വഴി കാണുമ്പോൾ അത് ബെറ്റർ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ടാവും. സോ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം ആരുടെയെങ്കിലും. ഓക്കെ, അറിവുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ഒപ്പീനിയൻ ചോദിക്കാം. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഡയറക്ഷൻ പക്ഷെ നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകും ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ സ്റ്റക്കായിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിയിൽ നമുക്ക് പറയാം.
ഓക്കെ ഗൈഡ് നിങ്ങൾ ഐ തിങ്ക് ഒരു ജേണി നിങ്ങളുടെ നമുക്ക് പറയാം യാത്ര എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് യാത്ര എന്ന് പറയാം. നിങ്ങൾക്ക് ജോലിക്കോ കരിയറിനോ വേണ്ടി എന്തെങ്കിലും യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. സ്ഥലം മാറ്റം എന്ന രീതിക്കായിരിക്കാം ചിലവർക്ക്. ഓക്കെ, ഒരു ഡയറക്ഷൻ, ഒരു പുതിയ ഡയറക്ഷനിൽ നിങ്ങൾ യാത്ര തുടങ്ങുന്നതായിട്ട് നമുക്ക് പറയാം. ചിലവർക്ക് ജസ്റ്റ് ലൈക്ക് ജോലി ചേഞ്ച് അല്ലെങ്കിൽ സ്ഥലം ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ ഈ കാർഡ് മെയിൻലി റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ വ്യൂവറിന്റെ എനർജിയാണ്. വ്യൂവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ലേഡീസ് കാണണമെന്നില്ല, ഈവൻ ജെൻസ് കാണുന്നവരാണെങ്കിൽ പോലും. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ ഇരിക്കുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഓൾറെഡി നമുക്ക് മാനും ഉണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ്. ഓക്കെ, അതിന് മീൻസ് കോൺഫിഡൻസ് എന്ന് പറയാം നമുക്ക്, അല്ലേ? കോൺഫിഡൻസിന്റെ കാര്യം പറയാം. എൻ്റെ ഇവിടെ സൺ കാർഡും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കാൻ തുടങ്ങുന്ന എന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അത് നിങ്ങൾ അതിനു വേണ്ടി ഒരു തയ്യാറാണ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യം കൂടി ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ കോഫിൻ ആണിത്. കോഫിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെത്ത് എൻഡിങ് എന്ന രീതിക്ക് പറയാം. കോഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാൽ കിടത്തുന്ന അതല്ലേ, ശവപ്പെട്ടി എന്നല്ലേ പറയാം. ഓക്കെ, ബട്ട് അങ്ങനെ ഇതിവിടെ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഡെത്ത് എൻഡിങ്സ് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ എൻഡിങ്സ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. ഡെത്ത് ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് എൻഡിങ് ആയിട്ട് നമ്മൾ ഒരിക്കലും പറയില്ല. എപ്പോഴും അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്തോ എൻഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങളുടെ മനസ്സിന്റെ കൺഫ്യൂഷൻ ആയിരിക്കാം എൻഡ് ആവുന്നത്. ഓക്കെ, അതിനെയും നമ്മൾ എൻഡിങ് എന്ന് വിളിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു സിറ്റുവേഷൻ വിട്ട് വേറെ ജോലിക്ക്, ഒരു ജോലി വിട്ട് വേറെ ജോലിക്ക് പോകണു, അല്ലെങ്കിൽ ഒരു പ്ലേസ് മാറി വേറെ സ്ഥലത്തേക്ക് പോകണു എന്ന് പറഞ്ഞാലും അവിടെയും ഒരു എൻഡിങ് ആണ് സംഭവിക്കുന്നത്, അല്ലേ? ഒരു എൻഡിങ്, പക്ഷെ അതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ്. അതേപോലെയാണ് ചിലവർക്ക് നിങ്ങൾക്കൊരു വാർണിംഗ് ഉണ്ട്, ഹെൽത്ത് ഒക്കെ ഒന്ന് സൂക്ഷിക്കാനുള്ള. മീൻസ് മരണം എന്ന രീതിക്ക് എടുക്കേണ്ട, അങ്ങനെയല്ല, ബട്ട് ഒന്ന് ഹെൽത്ത് സൂക്ഷിക്കുക എന്ന് മാത്രം. ഓക്കെ, ചില എൻഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ്. ആൻഡ് അതിനെ ഇവിടെ റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ തന്നെ സംസാരിച്ചാലേ അതിനെക്കുറിച്ച്. ഇവിടെ പറയുന്നത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്ത് മാറ്റണം എന്ന രീതിക്കാണ് ഇവിടെ. ഓക്കെ, ഇത് നമ്മൾ ഒരു കട്ടിങ് ഓഫ് എന്ന് പറയും. ഓക്കെ, ചിലതിനെ നമ്മൾ വെട്ടി മാറ്റുന്ന രീതിയിൽ യൂണിവേഴ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, രണ്ടിലൊന്ന്, ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും. ഓക്കെ, 10 ആണ് ഇത്. അഗൈൻ എൻഡിങ് ആണ്. നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെട്ടി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ആ വെട്ടി മാറ്റേണ്ടത് എന്തിനെയാണ്? മൈസ് ആണിത്. മൈസ്, എലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എലി എന്ന് പറയുമ്പോൾ ഒരിക്കലും നല്ലൊരു ഇതല്ല നമ്മൾ എടുക്കുക, അല്ലേ? എലി വന്ന് കട്ടെടുത്ത് തിന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ വീട് ഡിസ്ട്രോയ് ചെയ്യുക, നിങ്ങളുടെ സാധനങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുക, അല്ലേ? എല്ലാം നശിപ്പിക്കുന്ന ഒരു തരത്തിലാണ് നമ്മൾ പറയുക. സോ ആ എലികൾ നിങ്ങളുടെ വീട്ടിൽ കയറി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ, നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ വെട്ടിമാറ്റണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇത് കണക്ട് ചെയ്യാം നമുക്ക് എൻഡിങ്ങുമായിട്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ മേ ബി നിങ്ങളുടെ ലൈഫിലെ നന്നല്ലാത്ത ഹാബിറ്റ്സ് ആയിരിക്കാം. എനിക്ക് ചില ഹാബിറ്റ്സ്, സ്വഭാവങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത ഉണ്ടാവും. അതിനെ നിങ്ങൾ മാറ്റണം, അതിനെ നിങ്ങൾ വെട്ടിമാറ്റണം. ഓക്കെ, ചില ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത, ലൈക്ക് നിങ്ങളെ എന്താ പറയുക, കറണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവാം. ഓക്കെ, അവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ നിന്ന് അകന്ന് നിൽക്കുക, മാറി നിൽക്കുക. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി മാറാം. അതുപോലെ അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ആവാം. ഓക്കെ, ജോലി കരിയർ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഇല്ല, അത് നിങ്ങളെ വെറുതെ നിങ്ങൾക്ക് സ്ട്രെസ്സും കാര്യങ്ങളും മാത്രം തന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ എനർജി മുഴുവൻ അങ്ങോട്ട് പോകുന്നു എന്നുള്ള സിറ്റുവേഷൻസ്, അതിനെ നിങ്ങൾ വെട്ടിമാറ്റുക, അങ്ങനെ പറയാം. ഈവൻ ബന്ധങ്ങളിൽ നിന്ന്, ബന്ധുക്കള്, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്സ്, എന്തിലായാലും ശരി. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ തിരിച്ചറിയണം. ആരാണ് നിങ്ങളുടെ നല്ലത്, ആരാണ് നിങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത്ര പറഞ്ഞാൽ മതി. ലൈക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡ്രെയിൻ ആയി പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ആരോടെങ്കിലും എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ നെഗറ്റീവ് പറയുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരു മോട്ടിവേറ്റ് ചെയ്യാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ചില എൻഡിങ്സ് എന്നാണ്, അതാണ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിൽ ക്ലാരിറ്റി വരാം ഇങ്ങനെ എൻഡ് ആവുമ്പോൾ. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വേണ്ടാത്തത് എൻഡായി പോകുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എങ്ങോട്ടാണ് ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും, ആൻഡ് നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് അതാണ് നമുക്ക് വേണ്ടതും. എപ്പോഴും എൻഡിങ് ഇല്ലാതെ ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എൻഡിങ്സ് എപ്പോഴും നമുക്ക് വിഷമം തന്നെയാണ്, നമുക്ക് ചെയ്യാൻ വിഷമമാണ്. ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെട്ടിമാറ്റുന്ന ചിലപ്പോൾ നമ്മുടെ ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ചില സ്വഭാവങ്ങൾ നമ്മൾ അതിൽ യൂസ് ടു ആയിട്ടുണ്ടാവും, ചില ശീലങ്ങൾ നമ്മൾ യൂസ് ടു ആയിട്ടുണ്ടാവും, ചില ചിന്താഗതികൾ നമ്മൾ വെട്ടിമാറ്റേണ്ടതുണ്ടാവാം. അപ്പം അങ്ങനെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്താൽ, ഈ ഒരു എൻഡിങ് സംഭവിച്ചതിന് ശേഷം മാത്രമേ, കട്ടിങ് ഓഫ് ചെയ്ത ശേഷമേ
നിങ്ങൾക്ക് നല്ലൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മേ ബി ഈ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങൾക്ക്, ഇതിൽ നിന്ന് വെട്ടി മാറ്റണോ ഞാൻ, അതോ എന്താ ചെയ്യേണ്ടത്, ഞാൻ ചിലത് വിട്ട് മാറി പോകണോ, വേറെ പുതിയതിലേക്ക് പോകണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനും ആയിരിക്കാം. ബട്ട് ഐ തിങ്ക് അതിനൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡയറക്ഷൻ കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾ ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരു വ്യക്തി ഉണ്ടാവാം, ആരോടെങ്കിലും അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളായാലും നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്ന രീതിക്കാണ്. നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കണം. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ പവർ തിരിച്ചറിയാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രീ ആണിത്. ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് വരുന്നത്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ലൈക്ക് നിങ്ങളെ റൂട്ട് തൊട്ട് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആ നിങ്ങളിട്ട എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ വളർച്ച ഉണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്നാണ്. ഹാപ്പിനെസ്, സൺ കാർഡാണ്. ഹാപ്പിനെസ്, സന്തോഷം. ചിലവർക്ക് ലൈക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടുക, കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടുക, അങ്ങനെയാവാം. ഓക്കെ, ചിലവർക്ക് വല്ല എന്തെങ്കിലുമൊക്കെ സക്സസ് വരുന്ന കാര്യങ്ങളാണ്. ജോലിയിലെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടി, അല്ലെങ്കിൽ ലൈക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പണം കിട്ടുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അബണ്ടൻസിൻ്റെ കാര്യങ്ങൾ, സന്തോഷം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. ആക്ച്വലി കറേജ്, ഇത് നമ്മൾ സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ധൈര്യം എന്ന് പറയും. ഓക്കെ, നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര എന്നൊക്കെ പറയും, അതിൽ യെല്ലോ കളർ. ഓക്കെ, നമ്മൾ കോൺഫിഡൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, കോൺഫിഡൻസ്, കറേജ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ തീരുമാനം എടുക്കാൻ ഐ തിങ്ക് നിങ്ങൾ ധൈര്യം കൊണ്ടുവരും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ധൈര്യം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്, നിങ്ങളുടെ ഈ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ആ പവർ തിരിച്ചറിഞ്ഞ് കോൺഫിഡൻസിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുമെന്നാണ്. ഓക്കെ, സോ ഒക്ടോബർ മന്തിൽ ഐ തിങ്ക് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എനിക്ക് ഈ കാർഡാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഈ കാർഡും ലൈക്ക് നിങ്ങൾക്ക് ലൈഫിൽ ഗ്രോത്ത്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ഗ്രോത്ത്, നിങ്ങളുടെ അവനവൻ്റെ ഗ്രോത്ത്, നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരുന്നു. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻസിലേക്ക് വരുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ വെട്ടിമാറ്റാൻ നമ്മൾ തയ്യാറാവുമ്പോൾ, നമ്മൾ അതിനെ നമ്മുടെ എന്താ പറയുക, ഈ പാഴ്ചെടികളൊക്കെ വെട്ടിക്കളയുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു നല്ല വിളവ് കിട്ടുമെന്ന് പറയില്ലേ, ആ രീതിക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾ ചിലത് നമ്മൾ ഈ വിളവിനെ തിന്നുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. ഓക്കെ, ഞാൻ സാഹിത്യപരമായിട്ടൊക്കെ പറയണം. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം എനിക്ക് എടുത്തു കണ്ടത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആ പിക്ചർ അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല ആക്ച്വലി. ഓക്കെ, സ്റ്റോക്കും ഉണ്ട് ഇവിടെ. ഓക്കെ, സ്റ്റോർക്ക് ഉണ്ട്, ഓളും ഉണ്ട്. ഓക്കെ, ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമുണ്ട്. ഓക്കെ, ഇത് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു മാസ്കുലൈൻ ഫെമിനൈൻ എനർജീസ് നിങ്ങളുടെ വളരെ സ്ട്രോങ് ആവുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ വളരെയധികം ബാലൻസിൽ വരുന്നു, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസിൽ നിങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് മീൻസ് നല്ലൊരു ബന്ധം നിങ്ങൾക്ക് വരും. ഓക്കെ, ഓൾറെഡി ഉള്ള ബന്ധങ്ങൾ സ്ട്രോങ് ആവും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ മെസ്സേജിൻ്റെ കാര്യമാണ് ഇതാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഡയറക്ഷനെ കുറിച്ചുള്ള മെസ്സേജസ് ആയിരിക്കാം, ജോലിക്ക് വേണ്ടിയുള്ള മെസ്സേജസ് ആയിരിക്കാം, ലൈക്ക് എന്തെങ്കിലും ഓഫർ വരിക, ഓഫർ ലെറ്റർ വരിക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ചിലവർക്ക് ലൈക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുന്നു. ഓക്കെ, ക്ലാരിറ്റി കിട്ടുന്നു നിങ്ങൾക്ക് കാര്യങ്ങളിൽ എന്ന് പറയാം. ഓക്കെ, മെസ്സേജസ് ആണ് ഇത്. നമ്മൾ വിസ്ഡമാണ് പറയാം. അവൾ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, അറിവുള്ള അല്ലേ, അറിവല്ലേ പറയാം നമ്മൾ. സോ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം, ന്യൂസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. ആൻഡ് അത് പക്ഷെ നല്ല പോസിറ്റീവായിരിക്കും. ഓക്കെ, അതിൽ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, നല്ല പോസിറ്റീവായിട്ടാണ്. ചിലവർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുമാണ്. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടി, നിങ്ങൾ ബന്ധം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. പക്ഷെ അതിനും നിങ്ങൾ ചിലത് വെട്ടിമാറ്റേണ്ടതുണ്ട്. എല്ലാത്തിലും നിങ്ങൾ ചിലത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഡിസിഷൻ എടുക്കാനുണ്ട്. നിങ്ങൾ ലൈക്ക് ലൈഫിൽ നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. അതിൽ നിന്ന് നിങ്ങൾ ഐ തിങ്ക് ഈ മന്ത് നിങ്ങൾ അത് ചെയ്യാനുള്ള ഗട്ട്സ് നിങ്ങൾ കൊണ്ടുവരും. ഓക്കെ, കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരും, കറേജ് നിങ്ങൾ കൊണ്ടുവരും. ആൻഡ് ഇതും നമ്മൾ നല്ല ന്യൂസ് എന്ന രീതിക്കാണ് പറയാം. ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്, ഫിഷ് മണിയാണ്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും മെയിൻ കാര്യം എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇത് കൂടും. കോൺഫിഡൻസ് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനം എടുക്കും. ആൻഡ് നിങ്ങൾ ഐ തിങ്ക് എന്ത് പാത്തും നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. ആൻഡ് നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. അതിനെ ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം, ചിലത് കട്ട് ഓഫ് ചെയ്ത് വിടണം. ഓക്കെ, അതിനുള്ള കറേജ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ രണ്ട് കാർഡ് നമുക്ക് മെയിനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതും പറയാം. നമുക്ക് ഗ്രോത്ത് ആണ്.
ഗ്രോത്ത് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ആണ്. ഓക്കെ, നിങ്ങളൊരു പുതിയ ഡയറക്ഷനിൽ നിങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളുടെ തന്നെ പവറിലേക്ക് നിങ്ങൾ വരുന്നു, കറേജ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ ഗെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി യെസ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, ചില വെട്ടിമാറ്റൽ ആവശ്യമുണ്ട്. ഓക്കെ, ബട്ട് അതൊക്കെ കഴിയുമ്പോൾ ആൻഡ് ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് വരും. ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. ഓക്കെ, ചിലവർക്ക് ജോലി അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കാം. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കാം, ഇൻഫർമേഷൻസ് ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. ഒക്ടോബർ മന്ത് ഐ തിങ്ക് ഓക്കെ 10 അല്ലേ? ഓക്കെ, ഞാൻ നമ്പേഴ്സ് പറഞ്ഞില്ലേ അല്ലേ, സോറി. ഇവിടെ നമ്പേഴ്സ് കൂടി പറഞ്ഞേക്കാം. 42, 29, 8, 22, 23, 31, 10, 5, 12. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ നമ്പേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം. ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. 6, 10, 11 അല്ലേ? 11, സോ 2, 8, 22 പറയുമ്പോൾ 4, 5, 4 again, 1. ഇത് വേണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എൻഡിങ്ങിന് ശേഷം ന്യൂ ബിഗിനിങ്, അതാണ് പറയുന്നത്. 10 കഴിഞ്ഞാൽ 1 അല്ലേ? ആൻഡ് 5, 3. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ് ഇവിടെ. സോ കുറച്ച് അഡ്വൈസ് കൂടി എടുക്കാം നമുക്ക്. ഒറക്കിൾ മെസ്സേജ് ഒന്ന് കൂടി എടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഓക്കെ, ജനറലി എനർജീസ് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഡൗൺ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കടക്കമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ ഞാനിങ്ങനെ പുഷ് ചെയ്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ടയർഡ്നെസ്, ഒരു ക്ഷീണം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ 2nd 2-ാം തീയതിക്ക്, അതായത് നാളെ അല്ലേ? നാളെ അമാവാസിയാണ്, പ്ലസ് ലൈക്ക് സോളാർ എക്ലിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ എനർജീസ് ഒരുപാട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എനർജീസ് ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, ജനറലി ഒരുപാട് എനിക്ക് മെസ്സേജസ് വരുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേര് അതിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഓക്കെ, സാരില്ല, എല്ലാം ശരിയാവും. ഓക്കെ, നിങ്ങൾക്ക് റെമഡീസ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഉപ്പിട്ട് കുളിക്കാം, നല്ലതാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡൗൺ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് കുളിക്കാൻ പോകുമ്പോൾ വെള്ളത്തിലിട്ട് തലയിൽ ഒഴിക്കരുത്, മുടി പോയി കിട്ടും. ഓക്കെ, സോ വെള്ളത്തിലിട്ട് നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ലൈക്ക് സോപ്പൊക്കെ തേച്ച ശേഷം, ഓക്കെ, എല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റിലാണ് ഈ ഉപ്പ് ഇട്ട വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യാറെന്ന് വെച്ചാൽ, ഒരു മഗ്ഗിലോ പാത്രത്തിലോ നമ്മൾ ആദ്യം ഉപ്പ് വെള്ളം കലക്കി അവിടെ റെഡിയാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് കുളി ലാസ്റ്റ് ആകുമ്പോൾ മാത്രം നിങ്ങൾ ഈ ഉപ്പിൻ്റെ വെള്ളം നമ്മുടെ നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുളിക്കാം. ഓക്കെ, ആൻഡ് അതിന് ശേഷം ജസ്റ്റ് പച്ചവെള്ളം വെള്ളം മാത്രം ഒഴിക്കുക, സോപ്പ് പിന്നീട് ഇടരുത് എന്ന് പറയും. ഓക്കെ, ആ രീതിക്കാണ് അത് ചെയ്യേണ്ടത്. സോ അത് വളരെ നല്ലതാണ്. നിങ്ങൾ വീട്ടിലുമൊക്കെ എനർജി ക്ലെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഉപ്പിടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ചെറിയൊരു മാറ്റം അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഡെഫിനറ്റ്ലി. ഓക്കെ, നമുക്ക് മെസ്സേജസ് നോക്കാം. ഇതിൽ ഇല്യൂമിനേഷൻ, നമ്മൾ നേരത്തെ സൺ കാർഡിൽ ഞാൻ പറഞ്ഞത്, ന്യൂ ബിഗിനിങ്, സക്സസ്, പൊട്ടൻഷ്യൽ, taking risk, purity, opportunity, simplicity. Okay, going forward ഉണ്ട് ഇവിടെ, ആൻഡ് ലവ് ഉണ്ട്. യെസ്, ഓക്കെ. സോ നിങ്ങളോട് നമ്മൾ നേരത്തെ കണ്ട കാർഡ്സുമായിട്ട് വളരെ മാച്ച് ഉണ്ട് ഇവിടെ കേട്ടോ. ഒന്ന്, ഞാൻ പറഞ്ഞു ലൈഫിൽ റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് ബെറ്റർ ആവാനും, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരും, അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബെറ്റർ ആവും എന്ന രീതിയിലാണ്. ആൻഡ് ഗോയിങ് ഫോർവേഡ്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകാനാണ്, നിങ്ങൾ മുന്നോട്ട് പോവും. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് യെസ്, നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ട്, കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇല്യൂമിനേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് നോളജ് കിട്ടും, കാര്യങ്ങൾ കുറേ വ്യക്തമാവും എന്ന് പറയാം. ഓക്കെ, ലൈഫിൽ ഇല്യൂമിനേഷൻ വരുമെന്നും പറയാം. ലൈക്ക് ലൈഫിൽ നമുക്കൊരു തെളിച്ചം ഫീൽ ചെയ്യും എന്നും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചില എൻഡിങ്സ് ഉണ്ടാവും, പക്ഷേ എൻഡിങ്സിന് ശേഷം പുതിയ ബിഗിനിങ്ങും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും.
ആൻഡ് ഇവിടെ സക്സസ്, യെസ്, നിങ്ങൾക്ക് സക്സസ് വരും എന്നാ പറയുന്നത്. പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയാം. എനിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുള്ളത്, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയാം. എനിക്ക് അതിനെ ഡെവലപ്പ് ചെയ്യുക, ആ പൊട്ടൻഷ്യലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, പക്ഷേ എഫേർട്ട് നമ്മൾ ഇടണം അല്ലേ. ടേക്കിംഗ് റിസ്ക് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ചിലപ്പോൾ റിസ്ക് ആയിട്ട് തോന്നാം, അപ്പോൾ നിങ്ങളൊരു മടിച്ച് നിൽക്കും. ഓക്കെ, ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ളൊരു പേടി കൊണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ പേടിച്ച് നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ കൂടി തയ്യാറാവുക. ഞാൻ പ്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വളരെ ഐ തിങ്ക് ഒരു പ്യുവർ പേഴ്സൺ ആണ്. നിങ്ങളെ മനസ്സ് പ്യുവറാക്കി വെക്കുക എപ്പോഴും. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് വിരോധങ്ങൾ വെക്കണ്ട. ഓക്കെ, ജലസി വെക്കണ്ട. അവർക്ക് അതുണ്ട് ഇവർക്ക് ഇതുണ്ട്, കമ്പാരിസൺ ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ഇരിക്കുക, പ്യുവറായിട്ടിരിക്കുക. ആൻഡ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷെ അതാണ് പറഞ്ഞത്, അത് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനായിരിക്കും, ഞാനിത് എടുത്താൽ എന്താവും, ശരിയാവോ ഇല്ലേ എന്നൊക്കെയുള്ള ആ പേടികളാണ് നമ്മൾ മാറ്റേണ്ടത്. എന്ത് ഓപ്പർച്യൂണിറ്റി കണ്ടാലും ചാടി അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം എന്താവും. നിങ്ങൾക്ക് തെറ്റിപ്പോയി, സപ്പോസ് ഞാൻ ആ ഓപ്പർച്യൂണിറ്റി എടുത്തു, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ് നഷ്ടം വരും, കുറച്ച് ഇല്ലാത്ത പണമായിരിക്കും പോകുന്നത്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ലെസൺ കിട്ടും. ആ ലെസൺ വെച്ചിട്ട് നിങ്ങൾ പിന്നീട് ഒരിക്കലും ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യില്ല. ശരിയല്ലേ? ഓക്കെ, അങ്ങനെ നഷ്ടപ്പെടാതിരിക്കുക. ഓക്കെ, മാക്സിമം ശ്രമിക്കാമെന്ന് മാത്രം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മെത്തേഡ് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. യൂണിവേഴ്സ് ഒരുപാട് ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾ റോങ് വേയിൽ പോകുമ്പോൾ നിങ്ങളെ തടയും അവിടെ. ഓക്കെ, അതിനാണ് പറയുന്നത്, ഒരുപാട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് സിംപ്ലിസിറ്റി എന്നും പറയുന്നുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ട് ലൈഫിനെ ജീവിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. ഓക്കെ, എങ്ങനെ കാര്യങ്ങൾ ആക്ച്വലി ഇത് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ ഉണ്ട്. എനിക്ക് ലൈക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനെ കാറ്റിൽ പറത്തി വിട്ട പോലെ, ഫെദർ പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്, ഓക്കെ, ഇതാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിനോട് സറണ്ടറിങ് അല്ലേ. എന്നെ ഏത് വഴിക്ക് കൊണ്ടുപോകുന്നു, ഓക്കെ, ഞാൻ എന്താ റെഡിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് കുറച്ച് റിസ്ക് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നൊക്കെയാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല മാസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.